യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും അനുഗ്രഹത്തിൻ്റേതായ ഒരു പുതിയ ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 24-ാം തിരുവചനം. ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുന്നിൽ വച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദൈവഭക്തി, ദൈവഭയം എന്തായിരിക്കണമെന്നും ദൈവത്തിൻ്റെ മുന്നിൽ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ബലി എന്തായിരിക്കണമെന്നും ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. നീ ബലി അർപ്പിക്കുന്നത് നിന്റെ സമ്പത്ത് കൊണ്ടായിരിക്കണം. നീ ദൈവസന്നിധിയിൽ എന്ത് നേടിയോ അതുകൊണ്ടായിരിക്കണം ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ. മറ്റാരുടെയെങ്കിലുമോ ദരിദ്രൻ്റേതായിട്ടോ പിടിച്ചു പറിച്ചതോ ആയ ഒന്നും വെച്ചല്ല ബലിയർപ്പിക്കേണ്ടത്. അവനവൻ കഷ്ടപ്പെട്ട് നേടിയത് കൊണ്ട് അതിൻ്റെ ഓഹരി ദൈവത്തിന് സമർപ്പിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെടുകയും അവൻ്റെ ബലിയിൽ ദൈവം പ്രസാദിക്കുകയും ചെയ്യും. ചുറ്റുമുള്ളവർ സഹജീവികളോട് നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുക. നിനക്കുള്ളതുകൂടി ദരിദ്രന് കൊടുത്ത് ദൈവത്തിൻ്റെ മുന്നിൽ നീ ബലിയർപ്പിക്കുക. ദരിദ്രനിൽ നിന്ന് നീ തട്ടിയെടുക്കുന്നതിന് പകരം അവൻ്റെ ഇല്ലായ്മയിൽ അവനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ഈ നോമ്പുകാലത്ത് നമുക്കും നമ്മുടെ കൈകളെ തുറന്നു വയ്ക്കാം, മറ്റുള്ളവരെ സഹായിക്കാൻ, നമ്മൾക്ക് അർഹതയില്ലാത്തതൊന്നും നേടാതിരിക്കാൻ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ബലിയായിട്ട് സമർപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് ഇന്ന് നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ലോകസമാധാനത്തിനു വേണ്ടി, കുടുംബസമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും കർത്താവ് ഈശോ മിശിഹായുടെ മുന്നിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവരെ ഓരോരുത്തരെയും ദൈവം തൻ്റേതാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തലവന്മാർ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ നിന്നും എല്ലാ രാജ്യങ്ങളും പിന്മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. UAE വേണ്ടിയും ഖത്തറിന് വേണ്ടിയും സൗദിക്ക് വേണ്ടിയും ബഹ്റിന് വേണ്ടിയും കുവൈറ്റിന് വേണ്ടിയും ഒക്കെ ഒമാന് വേണ്ടിയും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ രാജ്യങ്ങളിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനും വേണ്ടി പ്രാർത്ഥിക്കാം. കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈശോ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ, നമ്മുടെ രക്ഷകനും നാഥനും സ്നേഹനിധിയുമായ സമാധാനപ്രിയനുമായ യേശുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.